തിരികെ വാർത്താമഴയിലേക്ക്. അതിരപ്പള്ളിയിൽ മുറിവേറ്റ ആനയ്ക്ക് വനംവകുപ്പ് ചികിത്സ നൽകി വിട്ടയച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഉദ്യോഗസ്ഥർ ചേർന്നാണ് ദൌത്യം പൂർത്തിയാക്കിയത്. ആനയെ വരും ദിവസങ്ങളിൽ നിരീക്ഷിക്കും. സൂരജ് സജി വിശദാംശങ്ങളുമായുണ്ട്. സൂരജ്, ഇന്നത്തെ ദൌത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലേ? അനുജ, തീർച്ചയായും ഇന്നത്തെ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടിയാണ് തൃശൂർ, പാലക്കാട്, അതോടൊപ്പം തന്നെ എറണാകുളത്തെ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഈ അതിരപ്പള്ളിയിൽ മുറിവേറ്റ ആനയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം ആരംഭിച്ചത്. ഈ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടുകൂടി ആനയെ കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് കല്ലല എസ്റ്റേറ്റിന് സമീപം ആനയെ കണ്ടെത്തുകയും മയക്കുവെടി വെക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ ആനയ്ക്കരികിലെത്തി ഈ മുറിവിലെ പഴുപ്പടക്കം നീക്കം ചെയ്ത് മരുന്ന് വെച്ച് ആനയെ ഇപ്പോൾ കാട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ആനയ്ക്കുള്ള നിരീക്ഷണം തുടരും എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അനുജ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിലൊരു പ്രതികരണം വന്നിട്ടുണ്ട്. ആനയുടെ നിരീക്ഷണം അത് വരും ദിവസങ്ങളിൽ തുടരും എന്നുള്ളതാണ്. ആ പ്രതികരണം കൂടി കാണാം. ആനയ്ക്ക് പല വിധത്തിലും മരുന്നുകൾ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആന അതിനോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം വനം വകുപ്പിൻ്റെ മേലധികാരികളെ അറിയിക്കുകയും തുടർന്ന് ചികിത്സ ലഭ്യമാക്കിയതിന് ശേഷം ആനയെ കാട്ടിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളതുമാണ്. വിഷയത്തിൽ കണ്ട പ്രതികരണം വാഴച്ചാൽ DFOയുടേതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.